സംസ്ഥാനത്ത് വീണ്ടും ബാർ കോഴയ്ക്ക് നീക്കം നടക്കുന്നു. മദ്യനയത്തിലെ ഇളവുകൾക്കായി പണം പിരിച്ചു നൽകാൻ നിർദ്ദേശവുമായി ബാർ ഉടമകളുടെ സംഘടനാ നേതാവിന്റെ ശബ്ദ സന്ദേശം പുറത്തുവന്നു. ബാർ ഉടമകൾ 2.5 ലക്ഷം രൂപ വീതം നൽകണം എന്നാണ് നിർദ്ദേശം. ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷൻ ഇടുക്കി ജില്ലാ അധ്യക്ഷൻ അനിമോന്റേതാണ് ഈ ശബ്ദ സന്ദേശം. സംസ്ഥാന പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരമാണെന്നും അനിമോൻ ഇതിൽ പറയുന്നുണ്ട്. പ്രിയപ്പെട്ട FKH ഇടുക്കി ജില്ലാ മെമ്പേഴ്സിൻ്റെ ശ്രദ്ധയ്ക്ക് ഞാൻ FKH ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അനിമോൻ ജയകൃഷ്ണൻ അയ്യപ്പൻ നായർ. ഞാനിപ്പോൾ ഒരു വോയിസ് മെസ്സേജ് ഇടുന്നത് നമ്മുടെ എറണാകുളത്ത് എർണൈസൻസ് ഹോട്ടലിൽ നിന്നാണ്. ഇവിടെ നമ്മുടെ FKHയുടെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മീറ്റിംഗ് നടക്കുകയാണ്. അതിനകത്ത് പ്രസിഡന്റ് വളരെ കൃത്യമായിട്ട് പല കാര്യങ്ങളും പറഞ്ഞു. അതായത് പുതിയ പോളിസി ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടനെ വരുന്നതാണ്. അതിനകത്ത് നമ്മളിപ്പോൾ 1-ാം തീയതി ഡ്രൈഡേ എടുത്തു കളയും. ബാക്കി സമയത്തിൻ്റെ കാര്യങ്ങളൊക്കെ അന്ന് കഴിഞ്ഞ ജനറൽ ബോഡി മീറ്റിങ്ങിന് പറഞ്ഞിരുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്തു തരുന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കണം. അതിന് ആരും ഇതുവരെ ഇടുക്കി ജില്ലയിൽ നിന്ന് ഇത്രയും ഹോട്ടൽസ് ഉള്ളതിൽ ഒരു ഹോട്ടൽ, അതായത് സ്പൈസ് ഗ്രൂപ്പ് ഹോട്ടൽസ് അണക്കര 2.5 ലക്ഷം രൂപയിലാണ്ട് ഒരു ഹോട്ടലും തന്നിട്ടില്ല എന്നുള്ള വിവരം എല്ലാവരും അറിയിക്കുകയാണ്. പിന്നെ പലരും കൊടുക്കാം, ഗ്രൂപ്പ് ആയിട്ടുള്ളവർ കൊടുക്കും, അവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്ന് പറയണതെല്ലാം വെറുതെ ഫേക്ക് ആയിട്ടുള്ള വാർത്തയാണ്. ആരും ഒരിടത്തും കൊടുത്തിട്ടില്ല. വലിയൊരു ഗ്രൂപ്പ് കൊടുത്തു എന്ന് പറഞ്ഞത് ആകപ്പാടെ അവരൊരു 4 ലക്ഷം രൂപ ഇവിടെ കൊടുത്തായിട്ട് കംപ്ലീറ്റ് കണക്കും കാര്യങ്ങളും പ്രസിഡന്റ് ഇവിടെ വെച്ച് പറഞ്ഞു. ഇത് നമ്മൾ അങ്ങോട്ട് കൊടുക്കാം. ഇതുവരെ 1/3 ആണ് ടോട്ടൽ കളക്ഷൻ ഓൾ ഓവർ സ്റ്റേറ്റിൽ നിന്ന് കിട്ടിയേക്കണത്. ഇത് നമ്മൾ കൊടുക്കാണ്ട് ആരും നമ്മളെ സഹായിക്കില്ല. ആരുമായിട്ടും ആർക്കും വേറെ ബന്ധങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. അതുകൊണ്ട് 2.5 ലക്ഷം രൂപ വെച്ച് നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റുന്നവർ 2 ദിവസത്തിനുള്ളിൽ ഈ ഗ്രൂപ്പിലിടുക. നിങ്ങളുടെ ആരുടെ ഒരു 10 പൈസയും പോകണമെന്നല്ല, അതെല്ലാം കൃത്യമായിട്ട് കണക്ക് സഹിതം അതിൻ്റെ ബോധിപ്പിക്കപ്പെടുന്നതുമാണ്. പിന്നെ വിശ്വാസമില്ലാത്തവരാരും അവരവരുടെ ഇഷ്ടം പോലെ ചെയ്യുക. പിന്നെ ഇതൊന്നും കൊടുക്കാണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാമെന്ന് പറഞ്ഞ് പല ആൾക്കാരും വന്നതായിട്ട് പ്രസിഡന്റ് പറഞ്ഞു. അങ്ങനെയുള്ളവരുടെ കൂടെ കൂടി ആ രീതിയിൽ പോവുക. ഏതായാലും ഇത് വലിയൊരു നമ്മൾ സഹകരിച്ചില്ലെങ്കിൽ വളരെ ഒരു നാശത്തിലേക്കാണ് പോണത്. ഇതെല്ലാവരോടും നേരത്തെ ഒന്ന് അറിയിച്ചു എന്നുള്ളൂ. പിന്നെ ഇത് പണ്ടത്തെ അവസ്ഥയിൽ വന്നു കഴിഞ്ഞാൽ ഇനി നമ്മളെല്ലാവരും അതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കണം, നല്ലതായിരിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉടനെ അറിയിക്കണം. ആരും മിണ്ടാണ്ടോ അല്ലാണ്ട് അനങ്ങാണ്ടോ ഇരുന്നുകൊണ്ട് കാര്യമില്ല. ഇത് വിവരം അറിയിച്ചില്ല എന്നുള്ള പറയരുത്. കാരണം ഇലക്ഷൻ കഴിഞ്ഞ് ഒരു പാർട്ടിക്കും പൈസ മേടിക്കുന്നതല്ല. എന്നിട്ടും ഈ പ്രസിഡന്റ് അതിനും ഒരു ഓപ്ഷനും കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് ഓരോരുത്തരോടും വ്യക്തിപരമായിട്ട് പറയാൻ എനിക്ക് പറ്റുമില്ലാത്തതുകൊണ്ടാണ്. നമ്മൾ പറഞ്ഞാൽ ഫോൺ എടുക്കില്ലാത്ത ആൾക്കാരുണ്ട്. പലരും അതിന് മറുപടി ഒത്തിരി പറയുന്നതുകൊണ്ട് എനിക്ക് അവരെ ഒന്നും തർക്കിച്ച് ജയിക്കാനും പറ്റില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ വോയിസ് മെസ്സേജ് ഇടുന്നത്. പറ്റുമെങ്കിൽ എല്ലാവരും ഇപ്പം ശരിയാണ് പറയുമ്പോൾ ന്യായങ്ങൾ ഒത്തിരി ഉണ്ട്. കച്ചവടം ഇല്ല, പല കാര്യങ്ങളും എല്ലാവർക്കും പറയാനുണ്ട്. എന്തിനാണ് ഈ കാശ് കൊടുത്തിട്ട് ഇതുകൊണ്ട് എന്നാ പ്രയോജനം? ഇതൊക്കെ പ്രയോജനം എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ അതിന് മറുപടി ഓരോരുത്തരോട് പറയാൻ എനിക്ക് പറ്റില്ലാത്തതുകൊണ്ടാണ് ഞാനിതിടുന്നത്. പിന്നെ നിങ്ങളോട് ഇനി പറഞ്ഞില്ല എന്ന് പറയുന്നത് സഹകരിച്ചാൽ എല്ലാവർക്കും നല്ലത്. പിന്നെ ഞങ്ങൾ അവിടെ കൊടുത്തു ഇവിടെ കൊടുത്തു എന്ന് പറയുന്നവരുടെ എല്ലാം ഇത് നേരിട്ട് വിളിച്ചു ചോദിച്ച് ബോധ്യപ്പെട്ടിട്ടുള്ളതുമാണ്. എല്ലാവരും സഹകരിക്കണം, പറ്റുമെങ്കിൽ സഹകരിക്കുക. ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷൻ ഇടുക്കി ജില്ലാ അധ്യക്ഷൻ അനിമോന്റേതാണ് ഈ ശബ്ദ സന്ദേശം ഇപ്പോൾ പ്രേക്ഷകർ കേട്ടത്. വിവരങ്ങൾ നൽകാൻ ശാലിനിയുണ്ട്. ശാലിനി, ഇതിൽ അനിമോൻ കൃത്യമായി പറയുന്നത് ഇലക്ഷനൊക്കെ കഴിയുമ്പോഴേക്ക് ഈ ഡ്രൈ ഡേ ഒഴിവാക്കാൻ, നമുക്കറിയാം സർക്കാർ തലത്തിൽ തിരക്കിട്ട നീക്കവും ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. ബാറുകളുടെ പ്രവർത്തന സമയം ദീർഘിപ്പിക്കാനൊക്കെ അതൊക്കെ ചെയ്യണമെങ്കിൽ അനിമോൻ പറയുന്നതാണ് ശ്രദ്ധേയം. അതൊക്കെ ചെയ്തു തരണമെങ്കിൽ കൊടുക്കേണ്ടത് കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ തീർച്ചയായും നമ്മളിപ്പോൾ ഈ വാർത്തയിൽ സൂചിപ്പിച്ചതുപോലെയാണ്, അമുഖമായി പറഞ്ഞതുപോലെ ബാർ കോഴയ്ക്കുള്ള കളമൊരുങ്ങുന്നു എന്ന രീതിയിൽ വന്ന ഈ ശബ്ദ സന്ദേശം എങ്ങനെ നോക്കിക്കാണാം? അന്വേഷിച്ചപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലായത് ഇതുമായി ബന്ധപ്പെട്ട്?
ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് സംസ്ഥാനത്ത് വീണ്ടും ഒരു ബാർക്കോഴയ്ക്കുള്ള നീക്കം, അതിനുള്ള ചർച്ചകൾ, നടപടികൾ തുടരുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ ശബ്ദരേഖയിൽ നിന്ന് മനസ്സിലാകുന്നത്. മദ്യനയത്തിലെ ഇളവിന് പകരമായി പണപ്പിരിവ് നിർദ്ദേശിച്ചാണ് ബാർ ഉടമകളുടെ സംഘടന ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷൻ നേതാവ് ഇത്തരത്തിലൊരു ശബ്ദ സന്ദേശം അയച്ചത്. അതാണ് ജനം TV അടക്കം ഇപ്പോൾ പുറത്തുവിടുകയും ചെയ്തിട്ടുള്ളത്. ഡ്രൈ ഡേ ഒഴിവാക്കണം, ഒപ്പം തന്നെ ബാർ സമയം കൂട്ടണം എന്നതടക്കമുള്ള കാര്യങ്ങൾ, അതായത് സമയപരിധി രാത്രി 11 മണിയിൽ നിന്നും 12 മണിയിലേക്ക് ആക്കണം എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ഒരാൾ നൽകേണ്ടത് 2.5 ലക്ഷം രൂപ ആണെന്നാണ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അനിമോൻ ഈ ശബ്ദ സന്ദേശത്തിലൂടെ ആവശ്യപ്പെട്ടിട്ടുള്ളത്. സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരം തന്നെയാണ് ഇത്തരത്തിലൊരു പിരിവെന്നാണ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് വാട്സ്ആപ്പ് സന്ദേശത്തിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. ഡ്രൈ ഡേ ഒഴിവാക്കൽ, ഒപ്പം തന്നെ ബാറുകളുടെ സമയം കൂട്ടൽ അടക്കം ബാർ ഉടമകളുടെ ആവശ്യങ്ങൾ പരിഗണിച്ചുള്ള പുതിയ മദ്യനയത്തിന് തിരക്കിട്ട ചർച്ചകൾ അണിയറയിൽ നടക്കുകയാണ്. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ അത്തരത്തിലൊരു ഉത്തരവും നടപടിയും ഒക്കെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നിരിക്കെയാണ് ഇത്തരത്തിൽ അതിനുള്ള പണം ആവശ്യപ്പെടുന്ന ശബ്ദ സന്ദേശം തന്നെ പുറത്തു വരുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഒപ്പം തന്നെ പണം കൊടുക്കാതെ ആരും നമ്മളെ സഹായിക്കില്ല, 2.5 ലക്ഷം രൂപ വെച്ച് കൊടുക്കാൻ പറ്റുന്നവർ നൽകുക, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പുതിയ മദ്യനയം വരും, അതിൽ ഡ്രൈ ഡേ എടുത്തു കളയും, അങ്ങനെ പല മാറ്റങ്ങളും ഉണ്ടാകും. അത് ചെയ്തു തരാൻ കൊടുക്കേണ്ടത് നമ്മൾ കൊടുക്കണം എന്നുള്ള കാര്യം കൃത്യമായി തന്നെ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് പണം കൊടുക്കാതെ ആരും നമ്മളെ സഹായിക്കില്ല എന്നുള്ളതാണ്. അങ്ങനെ ബാർക്കോഴയ്ക്ക് കളം ഒരുങ്ങുന്നു എന്നുള്ളൊരു കൃത്യമായ സന്ദേശം അനിമന്റെ ശബ്ദ സന്ദേശം കേൾക്കുമ്പോൾ അത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ശാലിനിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.